everyone, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 24th lecture on the subject Strategic Cost and Management Accounting, and this lecture is based on Process Costing Applications, which is the second module in the subject Strategic Cost and Management Accounting for Semester 3 students of MCOM. In previous lectures, we have discussed about process losses, and we have already covered normal process loss and abnormal process loss. And in this lecture, we are going to study about abnormal gain. Abnormal gain or effectives. When actual loss in a process is smaller than was expected, an abnormal gain results. It means that an abnormal gain results when actual loss in a process is smaller than was expected. അതായത് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ലോസ് ഉണ്ടായിരിക്കും. ഓക്കെ, when the actual loss is less than that anticipated loss. ആക്ച്വലി സംഭവിക്കുന്ന ലോസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്മോളർ ദാൻ ദാറ്റ് ആൻറ്റിസിപ്പേറ്റഡ് ഓർ എക്സ്പെക്റ്റഡ് ലോസ്, ദെൻ അബ്നോർമൽ ഗെയിൻ റിസൾട്ട്സ്. ഓക്കെ, അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലോസിനേക്കാളും കുറവായിരിക്കും ആക്ച്വൽ ലോസ് ഇൻ എ പ്രോസസ്. ഓക്കെ, ദെൻ അബ്നോർമൽ ഗെയിൻ റിസൾട്ട്സ്. ഓക്കെ, അപ്പോഴാണ് അബ്നോർമൽ ഗെയിൻ ഉണ്ടാകുന്നത്. ഓക്കെ, മാർജിൻ അലോട്ട് ഫോർ നോർമൽ ലോസ് ഈസ് ആൻ എസ്റ്റിമേറ്റ്. ഇറ്റ് മീൻസ് ദാറ്റ് നമ്മൾ നോർമൽ ലോസിന് ഒരു മാർജിൻ അലോ ചെയ്യുന്നു. അപ്പോൾ it is based on expectations. Okay, expectations in process industries in normal conditions. നോർമൽ കണ്ടീഷൻസിൽ പ്രോസസ് ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന എക്സ്പെക്റ്റേഷൻസിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ ഈ മാർജിൻ നോർമൽ ലോസിന് അലോ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ആൻ എസ്റ്റിമേറ്റ്, ഒരു എസ്റ്റിമേറ്റ് ആണ്. ഓക്കെ, ആൻഡ് ദർ വിൽ ബി സ്ലൈറ്റ് ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ആക്ച്വൽ ഔട്ട്പുട്ട് ഓഫ് എ പ്രോസസ് ആൻഡ് ദാറ്റ് ആൻറ്റിസിപ്പേറ്റഡ്. സോ ഇതൊരു എസ്റ്റിമേറ്റ് ആണ്. സോ ആക്ച്വൽ ഔട്ട്പുട്ടും നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ടും തമ്മിൽ എന്തായിരിക്കും, സ്ലൈറ്റ് ഡിഫറൻസസ് ഒക്കെ ഉണ്ടായിരിക്കും. ആൻഡ് ദീസ് ഡിഫറൻസസ് വിൽ നോട്ട് ഓൾവേസ് റെപ്രസെൻറ്റ് ഇൻക്രീസ്ഡ് ലോസ്. ഓൺ ഒക്കേഷൻസ് ദ ആക്ച്വൽ ലോസ് വിൽ ബി ലെസ് ദാൻ ദാറ്റ് എക്സ്പെക്റ്റഡ്. ദീസ് ഡിഫറൻസസ് വിൽ നോട്ട് ഓൾവേസ് റെപ്രസെൻറ്റ് ഇൻക്രീസ്ഡ് ലോസ്, വിച്ച് മീൻസ് ദാറ്റ് ഈ ഒരു ഡിഫറൻസ് ആക്ച്വൽ ഔട്ട്പുട്ടും എക്സ്പെക്റ്റ് ചെയ്ത ഔട്ട്പുട്ട് തമ്മിലുണ്ടാകുന്ന ഈ ഒരു ഡിഫറൻസ് ഇറ്റ് വിൽ നോട്ട് ഓൾവേസ് റെപ്രസെൻറ്റ് ഇൻക്രീസ്ഡ് ലോസ്. എപ്പോഴും അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇൻക്രീസ്ഡ് ലോസിനെയൊന്നും ആയിരിക്കില്ല. ഓൺ ഒക്കേഷൻസ് ദ ആക്ച്വൽ ലോസ് വിൽ ബി ലെസ് ദാൻ ദാറ്റ് എക്സ്പെക്റ്റഡ്. ചില ഒക്കേഷൻസിൽ എക്സ്പെക്റ്റ് ചെയ്ത ലോസിനേക്കാളും കുറവായിരിക്കും ആക്ച്വൽ ലോസ്. ഓക്കെ, so in that case when actual loss in a process is smaller than was expected, so actual loss എന്ന് പറയുന്നത് എക്സ്പെക്റ്റ് ചെയ്ത അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത ലോസിനേക്കാളും കുറവാണെങ്കിൽ there will be abnormal gain. Okay, and the value of the gain will be calculated in similar manner to an abnormal loss, then posted to an abnormal gain account. നമ്മൾ അബ്നോർമൽ ലോസ് പഠിച്ചപ്പോൾ അബ്നോർമൽ ലോസ് ഇൻ യൂണിറ്റ്സ് കണ്ടെത്താനും അതുപോലെ തന്നെ അതിൻ്റെ വാല്യൂ കണ്ടെത്താനും ഒക്കെ ഉള്ള ഫോർമുല പഠിച്ചിരുന്നു. ആൻഡ് ആ സെയിം മാനറിൽ തന്നെയാണ് അബ്നോർമൽ ഗെയിനിൻ്റെ കേസിലും കാൽക്കുലേഷനെല്ലാം നടക്കുന്നത്. ഓക്കെ, ആൻഡ് ഇൻ കേസ് ഓഫ് അബ്നോർമൽ പ്രോസസ് ലോസിൻ്റെ കേസിൽ എ സെപ്പറേറ്റ് അബ്നോർമൽ ലോസ് അക്കൗണ്ട് വിൽ ബി ഓപ്പൺ ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ്. സെപ്പറേറ്റ് അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. എന്നിട്ട് ഈ അബ്നോർമൽ ലോസിൻ്റെ യൂണിറ്റ്സും വാല്യൂ ഒക്കെ അബ്നോർമൽ ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമായിരുന്നു. ആൻഡ് ഇൻ ദിസ് കേസ്, ഇൻ ദ കേസ് ഓഫ് അബ്നോർമൽ ഗെയിൻ, ഇതിപ്പോൾ അബ്നോർമൽ ഗെയിനിൻ്റെ കേസാണ്. അബ്നോർമൽ ഗെയിനിൻ്റെ കേസിൽ ദർ വിൽ ബി എ സെപ്പറേറ്റ് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട്, ഒരു സെപ്പറേറ്റ് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും ദ വാല്യൂ ഓഫ് അബ്നോർമൽ ഗെയിനിൻ്റെ വാല്യൂ ആൻഡ് ദ യൂണിറ്റ്സ്, അതിൻ്റെ യൂണിറ്റ്സും ആ അബ്നോർമൽ ഗെയിനിൻ്റെ വാല്യൂ ഇറ്റ് വിൽ ബി ട്രാൻസ്ഫർഡ് ടു ദിസ് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട്. ഓക്കെ, abnormal gain being the result of actual loss being less than the normal, the scrap realization shown against normal loss gets reduced by the scrap value of abnormal gain. നമുക്കറിയാം abnormal gain is the result of actual loss being ലെസ് ദാൻ ദ നോർമൽ. അതായത് ആക്ച്വൽ ലോസ് നോർമൽ ലോസിനേക്കാളും നോർമലി ഉണ്ടാകേണ്ടുന്ന ലോസിനേക്കാളും കുറവാകുന്ന കേസാണ് അബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ളൊരു കേസിൽ സ്ക്രാപ്പ് റിയലൈസേഷൻ ഷോൺ അഗെയിൻസ്റ്റ് നോർമൽ ലോസ്, അതായത് നോർമൽ ലോസിന് അഗെയിൻസ്റ്റ് ആയിട്ട് കാണിക്കുന്ന സ്ക്രാപ്പ് റിയലൈസേഷൻ, ഇറ്റ് വിൽ
get reduced by the scrap value of abnormal gain. Abnormal gainൻ്റെ സ്ക്രാപ്പ് വാല്യൂ കൊണ്ട് അത് റെഡ്യൂസ് ചെയ്യപ്പെടും. അതൊരു എക്സാമ്പിൾ പറഞ്ഞ് ക്ലിയർ ആക്കി തരാം. ഇൻ കേസ് നോർമൽ ലോസ് എന്ന് പറയുന്നത് 15 യൂണിറ്റ്സ് ആണ്. പെർ യൂണിറ്റ് 10 റുപ്പീസ് വെച്ചാണ് സ്ക്രാപ്പ് വാല്യൂ എങ്കിൽ 150 റുപ്പീസ് ആയിരിക്കും അവിടെ റിയലൈസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ നമുക്കറിയാം അബ്നോർമൽ ഗെയിൻ വരണമെങ്കിൽ ആക്ച്വൽ ലോസ് വിൽ ബി ലെസ് ദാൻ നോർമൽ ലോസ്. നോർമൽ ലോസിനേക്കാളും കുറവായിരിക്കും ആക്ച്വൽ ഉണ്ടാവുന്ന ലോസ്. ഓക്കെ, ദെൻ ആക്ച്വലി ഉണ്ടാവുന്ന ലോസ് ഒരു 10 യൂണിറ്റ്സ് ആണ് എങ്കിൽ നോർമൽ ലോസായ 15 യൂണിറ്റ്സിനേക്കാളും കുറവാണ് ഇപ്പോൾ ആക്ച്വലി ഉണ്ടായിരിക്കുന്ന 10 യൂണിറ്റ്സ്. സോ അവിടെ നമുക്ക് റിയലൈസ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 × 10 100 ആയിരിക്കും. സോ ആ നോർമൽ ലോസിന് എഗെയിൻസ്റ്റ് ആയിട്ട് റിയലൈസ് ചെയ്തിരിക്കുന്ന ആ സ്ക്രാപ്പ് വാല്യൂ അതിനൊരു റിഡക്ഷൻ സംഭവിക്കും ഈ ഒരു അബ്നോർമൽ ഗെയിനിൻ്റെ സ്ക്രാപ്പ് വാല്യൂ അവിടെ വരുമ്പോൾ. ഓക്കെ, consequently there is an apparent loss by way of reduction in the scrap realization attributable to abnormal gain. ഈ നോർമൽ ലോസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സ്ക്രാപ്പ് റിയലൈസേഷൻ, അപ്പോൾ ആ ഒരു സ്ക്രാപ്പ് റിയലൈസേഷനിൽ റിഡക്ഷൻ സംഭവിക്കുന്നതിനോടൊപ്പം ദർ വിൽ ബി ആൻ അപ്പാരൻറ്റ് ലോസ് ബൈ വേ ഓഫ് റിഡക്ഷൻ ഇൻ ദ സ്ക്രാപ്പ് റിയലൈസേഷൻ ആട്രിബ്യൂട്ടബിൾ ടു അബ്നോർമൽ ഗെയിൻ. അബ്നോർമൽ ഗെയിനിന് ആട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ക്രാപ്പ് റിയലൈസേഷനിലും റിഡക്ഷൻ സംഭവിക്കുകയും it will lead to an apparent loss. Okay, and this loss is set off against abnormal gain by debiting this account. So ഈ ഒരു ലോസ്, ഈ ഒരു apparent loss, it will be set off against abnormal gain. abnormal gain against ആയിട്ട് അത് set off ചെയ്യും. For that this account will be debited. Okay, അപ്പോൾ ആ ഒരു അപ്പാരൻറ്റ് ലോസ് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് അബ്നോർമൽ ഗെയിനിന് എഗെയിൻസ്റ്റ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് ഈ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ദ ബാലൻസ് ഓഫ് ദിസ് അക്കൗണ്ട് ബിക്കംസ് അബ്നോർമൽ ഗെയിൻ ആൻഡ് ഇസ് ട്രാൻസ്ഫേർഡ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് ഈ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഇറ്റ് വിൽ ബിക്കം അബ്നോർമൽ ഗെയിൻ. അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന അബ്നോർമൽ ഗെയിനിനെ തന്നെയാണ്. ആൻഡ് ഇറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, what are the journal entries that are to be passed in respect of abnormal gain? First one is for value of abnormal gain. നമ്മൾ പറഞ്ഞിരുന്നു തിയറി പഠിച്ചപ്പോൾ abnormal gainൻ്റെ വാല്യൂ it will be transferred to abnormal gain account. Okay, so process account will be debited and abnormal gain account will be credited. So the entry will be process account debtor to abnormal gain account. The second one is for adjustment of the scrap value of abnormal gain. അബ്നോർമൽ ഗെയിനിൻ്റെ സ്ക്രാപ്പ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അബ്നോർമൽ ഗെയിനിൻ്റെ സ്ക്രാപ്പ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നോർമൽ ലോസിന് എഗെയിൻസ്റ്റ് ആയിട്ട് എഴുതുന്ന സ്ക്രാപ്പ് റിയലൈസേഷൻ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. So abnormal gain account will be debited and normal loss account will be credited, and the entry will be abnormal gain account debtor to normal loss account. The third one is for transfer of balance to costing പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സോ നമ്മൾ തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഇറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സോ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് വിൽ ബി ഡെബിറ്റഡ് ആൻഡ് കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വിൽ ബി ക്രെഡിറ്റഡ്. സോ ദ എൻട്രി വിൽ ബി അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ഡെറ്റർ ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. In the next lecture, we will discuss a problem related with abnormal gain. Thank you.